നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ മഹദിയാണ് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ് ഫാത്തിമ. അവസാന സഹോദരങ്ങളെ, സഹോദരികളെ, ഫാത്തിമ ബീബി ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വല്ല റസൂലുള്ളാഹിന്റെ മരുമോനായ അലിയാർ തങ്ങളെ വേദനിപ്പിക്കാതെ ജീവിച്ച മഹദിയാണ് ഫാത്തിമ. എന്റെ സഹോദരികളെ, നിങ്ങൾക്ക് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? അതാ സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മഹിളമാരുടെ നേതാവ് ഫാത്തിമയാണെങ്കിൽ ആ ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞ കഥ അറിയോ നിങ്ങൾക്ക്? കേട്ടോളൂ, ഫാത്തിമ ലോകത്തോട് വിട പറയുന്ന ദിവസമാണ്. അലിയാർ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കടന്നു വന്നപ്പോ അലിയാർ തങ്ങളുടെ ഭാര്യയാകുന്ന ഫാത്തിമാനെ കാണുന്നില്ല. എല്ലാ ദിവസവും അലിയാർ തങ്ങൾ വരുമ്പോ ഫാത്തിമ സ്വീകരിക്കാറുണ്ട്. ഇന്ന് ഫാത്തിമ നോക്കുമ്പോ, അലിയാർ തങ്ങൾ നോക്കുമ്പോ ഫാത്തിമയെ കാണുന്നില്ല. ഉടനെ അതാ വിളിക്കുന്നു ഫാത്തിമ. അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോ ഇന്നലെ വരെ കാണാത്തവരത്ഭുതം കാണുകയാണ്. ഫാത്തിമ ബീവി ധൃതിയിൽ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്, റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാ. അലിയാർ വിളിച്ചു, ഫാത്തിമ എന്താ നീ എന്നെ മെയിൻറ്റ് ചെയ്യാത്തത്? ഫാത്തിമ എന്താ നീ എന്നെ പരിഗണിക്കാത്തത്? ഫാത്തിമ എല്ലാ ദിവസവും ഞാൻ വരുമ്പോ എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ കൈ പിടിക്കുന്ന ഫാത്തിമ, എന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്ന ഫാത്തിമ, നീ എന്താണ് ഇന്ന് എന്നെ പരിഗണിക്കാത്തത്? ഫാത്തിമ. ഫാത്തിമ ബീവി പറഞ്ഞു, ഭർത്താവേ ഞാനൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. ആ യാത്രക്ക് മുമ്പ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയോ? ഫാത്തിമ, നീ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും എന്നോട് പറയാതെ പോകാറില്ലല്ലോ. ഇന്നെന്തേ എൻ്റെ അനുവാദം വേണ്ടേ? ഫാത്തിമ. ഭർത്താവേ, ഇത് അനുവാദം ആവശ്യമില്ലാത്ത യാത്രയാണ്, ഈ യാത്രക്ക് അനുവാദം വേണ്ട. ഫാത്തിമ, നീ എന്താണ് പറയുന്നത്? നീ എന്നാണ് തിരിച്ചു വരിക? എന്താ ഭർത്താവേ, ഇനി ഞാൻ തിരിച്ചു വരില്ല, എന്നേക്കുമായുള്ള യാത്രയാ. അലിയാർ ഫാത്തിമാന്റെ മുഖത്തേക്കൊന്ന് നോക്കി, എൻ്റെ ഫാത്തിമ നീ എന്താണ് പറയുന്നത്? വഹി മുറിഞ്ഞു പോയിട്ടില്ലേ? പിന്നെ എന്താണ് പറയുന്നത് ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ പറഞ്ഞു, അലിയാർ തങ്ങളെ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഉപ്പാനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പ ഇന്നെന്നോട് അങ്ങോട്ട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്നേക്കുമായി യാത്രയാവുകയാ. അലിയാർ തേങ്ങി തേങ്ങി കരയുകയാണ്. തന്റെ റസൂലുള്ളാഹിന്റെ പൊന്നുമോളാകുന്ന എൻ്റെ ഭാര്യ എന്നെ ഇട്ടേച്ചെന്നേക്കുമായി യാത്രയാവുകയാണല്ലോ. മഹാനവറുകളെ പള്ളികളിലേക്ക് പോവുകയാ. ഉടൻ ഫാത്തിമ റൊട്ടി ചുട്ട് കഴിഞ്ഞ് ഹസൻ ഹുസൈനിനെ വിളിച്ച് രണ്ടുപേരെയും കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ച് നല്ല വസ്ത്രം ഇട്ട് കൊടുത്തിട്ട് ശരീരത്തിൽ മടിയിലിരുത്തുകയാണ്. തൻ്റെ അരികിലിരുത്തിയിട്ട് റൊട്ടി വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, ഹസൻ ഹുസൈൻ ആ കവളത്ത് പൊന്നുമ്മ ഫാത്തിമ ചുംബിക്കുകയാണ്. ആ കവളത്തുമ്മ മാറി മാറി ചുംബിക്കുകയാണ്. ചുംബിച്ചിട്ട് പറഞ്ഞു, മോളെ, മക്കളെ, നിങ്ങളെ ഉമ്മ പോവുകയാണ് മക്കളെ. ഇനി നിങ്ങളെ ഉമ്മ തിരിച്ചു വരില്ല മക്കളെ. ഇത് ഉമ്മ അവസാനമായി നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് അവസാനമായി ഉമ്മാക്ക് പറയാനുള്ള ഒരു വാക്ക് മക്കളെ, നിങ്ങളെ ഉപ്പ പാവമാണ് മക്കളെ, നിങ്ങളെ ഉപ്പ സാധുവാണ് മക്കളെ. ഉമ്മയില്ലാത്ത കാരണത്താ നിങ്ങൾ ഉപ്പാനെ കഷ്ടപ്പെടുത്തരുത് മക്കളെ. നിങ്ങൾ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത് മക്കളെ. ഇന്നലെ വരെ ഉപ്പാന്റെ മനസ്സിന് സാന്ത്വനം പകരാൻ ഉമ്മയായ ഞാനുണ്ടായിരുന്നു. ഉപ്പാക്ക് സന്തോഷം കൊടുക്കാൻ ഉമ്മയായ ഞാനുണ്ടായിരുന്നു. ഇനി ഉമ്മ ഉണ്ടാവില്ല മക്കളെ.
അതുകൊണ്ട് നിങ്ങളാരും ഉപ്പാനെ കഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ രണ്ട് മക്കളെ കവളത്ത് മാറി മാറി ചുംബിച്ചിട്ട് അവസാനം പറഞ്ഞവര് വാക്കുണ്ട്, മക്കളെ നിങ്ങൾ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോയിക്കോ. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും മക്കളെ നിസ്കരിക്കാൻ അയച്ച ഫാത്തിമാനെ മറക്കരുത് പെണ്ണേ. ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഒരല്പനേരം കഴിഞ്ഞ് അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. ഫാത്തിമ ബീവിക്ക് സക്കറാത്ത. ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ വിളിക്കുകയാണ്. കണ്ണുനീരോടെ അലിയാർ തങ്ങളൊപ്പം വന്ന് നിൽക്കുകയാണ്. പിരിയുകയാണ് ഉമ്മമാരെ. അലിയാർ തങ്ങളും ഫാത്തിമയും വിട്ടു പിരിയുകയാണ് രക്ഷിതാക്കളെ. അലിയാർ തങ്ങളും ഫാത്തിമയും. ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് അലിയാർ തങ്ങളെ കവളത്ത് ചുംബിച്ചിട്ട് പറയുന്നു, ഞാൻ പോവുകയാ, എന്നെ റബ്ബ് തിരിച്ചു വിളിക്കുകയാ. നിങ്ങളെ വിട്ടു പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അല്ലാഹുവിന്റെ ഖലാ വന്ന് ഞാൻ പോവുകയാണ് ഭർത്താവേ. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്റെ സംസാരത്തിലോ എന്റെ പെരുമാറ്റത്തിലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മകളായ ഞാനുള്ള സംസാരത്തിലോ ഭർത്താവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഫാത്തിമാക്ക് മാപ്പ് തരണേ, ഈ ഫാത്തിമാക്ക് പൊറുക്കണേ. നാളെ മഹ്ശറ ലോകത്ത് എൻ്റെ ഉപ്പ വരുമ്പോ നബിയേ നിങ്ങളെ ഫാത്തിമ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയുന്ന ഒരവസ്ഥ ഈ ഫാത്തിമാന്റെ മുമ്പിൽ വെച്ച് മഹ്ശറയിൽ ഉണ്ടാകരുത് നബിയേ. ഓ ഭർത്താവേ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ കവിളത്ത് മാറി മാറി ചുംബിക്കുമ്പോ അലിയാർ തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഫാത്തിമാനെ ഊട്ടിപ്പിടിക്കുകയാണ്. എന്റെ ഫാത്തിമ, എന്റെ ഫാത്തിമ, നീ എന്നോട് യാത്രയാവുകയാണോ ഫാത്തിമ? എന്നെ തനിച്ചാക്കി ഹബീബിലേക്ക് ചേരുകയാണോ ഫാത്തിമ? എന്റെ മോളെ ഫാത്തിമ, ഈ അലിയാർ കുറ്റക്കാരനാണ് ഫാത്തിമ. എത്രയോ വലിയ പണക്കാര് നിന്നെ കല്യാണം കഴിക്കാൻ വന്നു ഫാത്തിമ. അവർക്കൊന്നും കെട്ടിച്ചു കൊടുക്കാതെ നിന്റെ ഉപ്പ ഈ പാവമായ അലിയെ കൊണ്ടാ നിന്റെ മോളക്ക് നിന്നെ കല്യാണം കഴിച്ചു തന്നത്. ഞാൻ പുല്ലരിഞ്ഞ് ജീവിക്കുന്ന ആളാണ് ഫാത്തിമ. എത്രയോ ദിവസം ഭക്ഷണം തരാൻ കഴിയാതെ എന്റെ ഫാത്തിമ നീ പട്ടിണി കിടന്നിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ ഞാനാണ്. പക്ഷേ ഒരു വെറുക്കുന്ന വാക്ക് പോലും എന്റെ ഫാത്തിമ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ മുമ്പ് റസൂലുള്ളാഹിനെ കാണുമ്പോ അവിടെ പോയി നബിയേ അലി എനിക്ക് ഭക്ഷണം തന്നിട്ടില്ലെന്ന് പറയരുത് ഫാത്തിമ. സമ്പത്തില്ലാത്തത് കൊണ്ടാണ്, തരാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ വെറുക്കരുത് ഫാത്തിമ. എനിക്ക് മാപ്പ് തരണേ ഫാത്തിമ. മഹാനായ അലിയാർ തങ്ങള് ഫാത്തിമ ബീവിയെ വാരിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടതാ. ഫാത്തിമ ബീവി എന്നേക്കുമായി അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. സ്വർഗം പുൽകുകയാ.